പനാമയിൽ നിന്നുള്ള ജോസാമേർ മാർത്തിനസ് എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22 തീയതി മെക്സിക്കോയിലെ ഗ്വാദലൂപ്പയിലുള്ള പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ബസിലിക്കയിൽ വെച്ചായിരുന്നു വൈദികനായി അഭിഷിക്തനായത്. ആ സംഭവം നിരവധി മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. ഒരു ഡോക്ടറായി കരിയറിൽ പ്രവേശിച്ച അദ്ദേഹം സെമിനാരിയിൽ പ്രവേശിച്ചത് എന്തിനായിരുന്നു എന്ന കൗതുകമായിരുന്നു അതിന് പിന്നിൽ. എന്നാൽ ഇതൊരു സുപ്രഭാതത്തിലുണ്ടായ ചിന്തയിൽ സംഭവിച്ചതല്ലെന്ന് ഫാദർ മാർത്തിനസ് പറയുന്നു. ഒരു കത്തോലിക്കാ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള വഴികളെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ചു. എല്ലാത്തിൻ്റെയും തുടക്കം 2002 ജൂലൈ 31 അന്ന് എനിക്ക് വെറും 14 വയസ്സ് മാത്രം പ്രായം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജുവാൻ ഡിഗോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ടിവിയിൽ കാണാനിടയായി ഫാദർ മാർട്ടിനസ് പറഞ്ഞു. ചടങ്ങിനു പുറമെ പാപ്പായെ കണ്ട ആളുകൾ വളരെയധികം വികാരഭരിതരായി കരയുന്ന കാഴ്ച തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയതായും ഫാദർ മാർട്ടിനസ് വെളിപ്പെടുത്തി. എന്താണ് അതിന് പിന്നിലെ കാരണമെന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നു. എന്നാൽ അന്നുതന്നെ അദ്ദേഹത്തിന് അതിനുള്ള ഉത്തരവും ലഭിച്ചിരുന്നു. വിശുദ്ധ ജോൺ പോൾ പാപ്പായിൽ ദൈവസാന്നിധ്യമുണ്ട് എന്ന് ദൈവാരൂപി തനിക്ക് വെളിപ്പെടുത്തിയെന്നും അടുത്ത നിമിഷം തന്നെ ദൈവം എന്നെ പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കണം എന്നും ഓർമ്മപ്പെടുത്തിയതായും ഫാദർ മാർട്ടിനസ് പറയുന്നു. പക്ഷേ കുട്ടിക്കാലം മുതൽ ഒരു ഡോക്ടർ ആകണമെന്നും ഒരു കുടുംബമായി ജീവിക്കണമെന്നും സ്വപ്നം കണ്ട് നടന്ന അദ്ദേഹം ആദ്യം ആ ദൈവവിളിയെ സ്വീകരിച്ചില്ല. പിന്നീട് 7 വർഷം ദൈർഘ്യമുള്ള കമ്മ്യൂണിറ്റി ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ കോഴ്സ് പഠിക്കാൻ ഫാദർ മാർട്ടിനസ് വെനസ്വാലയിലേക്ക് പോയി. കാലക്രമേണ ദൈവവിളി മങ്ങുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ദൈവം അതിന് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെയായിരുന്നു അദ്ദേഹം 2011 സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന ലോക യുവജന ദിനത്തിൽ പങ്കെടുക്കുന്നത്. അവിടെ വെച്ച് മദർ തെരേസ ദ ലെഗസി എന്ന ഡോക്യുമെൻ്ററി കാണാനിടയായി. കൽക്കത്തയിൽ നിന്നുള്ള വിശുദ്ധയുടെ വാക്കുകളും സാക്ഷ്യവും തന്നിൽ ഒരു ശാശ്വത മുദ്ര പതിപ്പിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം മിഷണറീസ് ഓഫ് ചാരിറ്റി ഫാദേഴ്സുമായി ബന്ധപ്പെട്ടു. ആദ്യം പഠനം പൂർത്തിയാക്കാനായിരുന്നു അവർ നൽകിയ മറുപടി. അങ്ങനെ 2013 പഠനം പൂർത്തിയാക്കി തൻ്റെ ആഗ്രഹം പോലെ ഒരു ഡോക്ടറായി. ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷമുണ്ടായിരുന്നെങ്കിലും മറ്റെന്തോ നഷ്ടപ്പെട്ടു എന്ന ഒരു ചിന്ത തന്നിൽ കടന്നുവന്നതായി ഫാദർ മാർട്ടിനസ് ഓർത്തെടുത്തു. വൈകാതെ തന്നെ ആ കാരണം അദ്ദേഹം കണ്ടെത്തി. ദൈവഹിതം പോലെ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിൽ ചേർന്ന് ഒരു വൈദികനാകാൻ മെക്സിക്കോയിലെ ഗ്വാഡലജാരയിലേക്ക് യാത്ര തിരിച്ചു. 2015 മുതൽ മെക്സിക്കോ, കെനിയ, ഇറ്റലി എന്നിവിടങ്ങളിലായി അദ്ദേഹം സെമിനാരി പഠനം പൂർത്തിയാക്കി. 2024 ഓഗസ്റ്റ് 22 ഗ്വാഡലൂപ്പയിലെ ബസിലിക്കയിൽ തന്റെ ദൈവവിളിയുടെ തുടക്കം മുതൽ സന്നിഹിതയായിരുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരു പുരോഹിതനായി അദ്ദേഹം അഭിഷിക്തനായി. 2002 ജൂലൈ 31 ഗ്വാഡലൂപ്പ മാതാവിന്റെ ദർശനം ലഭിച്ച ജുവാൻ ഡീഗോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ടിവിയിൽ കണ്ടതു മുതലാണ് ഇതിന്റെ തുടക്കം. ആ ഗ്വാഡലൂപ്പയിൽ പരിശുദ്ധ അമ്മയുടെ ബസിലിക്കയിൽ വെച്ച് തന്നെ ഞാൻ വൈദികനായി അഭിഷിക്തനായപ്പോൾ എന്നെ പൗരോഹിത്യത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ അമ്മയാണെന്ന് വിശ്വസിക്കുന്നുവെന്നും വൈദികന് വെളിപ്പെടുത്തി. തുടർന്നുള്ള തൻ്റെ ശുശ്രൂഷകൾ മനോഹരമായി നിർവഹിക്കാൻ മാതാവിനെ തന്നെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഈ വൈദികൻ.